പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാനാണ്. ഇന്നലെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി, വരാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ബാഗാണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് ആയതുകൊണ്ട് നല്ല പിങ്ക് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ പ്രത്യേകിച്ച് ഇതാണ് എനിക്ക് വാങ്ങിയത്. ഇതേപോലെ ഒരു പിങ്ക് കളറിലായിട്ടുള്ളൊരു ബാഗ്. ഇതിൽ മൊത്തം 3 സിപ്പാണുള്ളത്. ഇതൊരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇതുപോലെ സ്പേസ് ഉണ്ടാവും. ഇതുപോലെ 3 ഉണ്ടാവും ഇതുപോലത്തെ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ ലഞ്ച് ബോക്സ്, പിന്നെ പൗച്ചാണെങ്കിൽ പൗച്ച് എല്ലാം ഒരേ കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ആട്ടോ. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇവിടെ ഇതാക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യൂട്ട് വല്ലതും ഇട്ട് വെക്കാം കേട്ടോ. കർച്ചീപ്പോ മീൻസ് ലഞ്ച് ടവൽ അതൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഇത്രയും സ്പേസ് ഉണ്ടോ, കണ്ട ചെറുതാ തോന്നും കേട്ടോ. കണ്ടോ ഇവിടെ നോക്കേ, ലഞ്ച് ബോക്സ് വെച്ചാൽ നെയ്വരുണ്ട്. ഇതിൽ വെച്ച ചൂടാറില്ല എന്ന് പറഞ്ഞത്. അങ്ങനൊരു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷന്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബണ്ണിയൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ അനിയൻ്റെ കേട്ടോ. എൻ്റെ അനിയൻ്റെ ബാഗാണ്. സ്പൈഡർമാൻ്റെ ആണ്. റെഡ് ഉണ്ടായിരുന്നു കേട്ടോ, റെഡ് വാങ്ങിയില്ല. അവനായതുകൊണ്ട് ചെറിയ കുട്ടിയായതുകൊണ്ട് ബ്ലൂ വാങ്ങി കേട്ടോ. ചെറിയ അവന് വന്നിട്ട് 3 സിബ് തന്നെയാണ് അവനും ഉള്ളത്.
സ്പേസ് ഒക്കെ ഏകദേശം നല്ല സ്പേസ് ഉണ്ട്, അതിന് ആവശ്യമുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ച് ബാഗ് എൻ്റെ അനിയൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസ് ഉണ്ട് പോലെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് അവൻ്റെ ലഞ്ച് ബാഗ്. ഇതുപോലെ അവൻ്റെ ഒരു കാറൊക്കെ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലഞ്ച് ബാഗ്. എന്നിട്ട് ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് എൻ്റെ ബാഗ്, ലഞ്ച് ബാഗ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇതാണ് എൻ്റെ പൗച്ച്. അപ്പോൾ കാണിച്ചു തരാം. ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിനും വരുന്നത്. ഇതുപോലൊരു ക്യൂട്ട് കീ ചെയിൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതെല്ലാം സ്പഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കോട്ടൺ പിന്നെ നെക്സ്റ്റ് ജിപ്പാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ പെണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇതാണ് ഗൈസ് ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ച്. നെക്സ്റ്റ് വന്നിട്ട് ഇത് എൻ്റെ അനിയൻ്റെ ബോക്സ് ആണ് കേട്ടോ. അവൻ എൻ്റെ പോലത്തെ അങ്ങനെ ടൈപ്പായിട്ട് ഇങ്ങനത്തെ കീ ചെയിൻ അങ്ങനെ വല്ലതും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കൂടുതൽ വർക്കായിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹലോഡല്ല സ്കൂളിൽ 4ാം ക്ലാസ് വരെയൊക്കെ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സാണ് അവന് മേടിച്ചിട്ടുള്ളത്. സ്റ്റീൽ ടൈപ്പാണ് ഇത്. ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ടേബിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്പേസ് ഉണ്ട്. കാണുമ്പോൾ തോന്നുന്നു സ്പേസ് ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാണ് അവൻ്റെ ബോക്സ്. അപ്പം നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ജോമെട്രി ബോക്സ് ആണ് കേട്ടോ. ഈ ഒരു കാൻഡിൻ്റെ ജോമെട്രി ബോക്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു സാധനം ഫ്രീ ആണ് കേട്ടോ. എന്താ വെച്ചാൽ മെക്കാനിക്കൽ പെൻസിൽ. ഈ സാധനമാണ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെക്കാനിക്കൽ പെൻസിൽ. നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു പെൻസിൽ ആൻഡ് ഇതുപോലത്തെ ഒരു പെൻസിൽ ആൻഡ് ഇതുപോലത്തെ ഒരു സാധനം കോമ്പസ്. ഇതൊരു ഡിവൈഡർ, കോമ്പസ്, പിന്നെ നമ്മുടെ പ്രൊട്ടക്ടർ, പിന്നെ നമ്മുടെ സ്കെയില്, സെറ്റ് സ്ക്വയേഴ്സ്, പിന്നെ എറേജറും കട്ടറും. ഇത്രയൊക്കെയാണ് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്, നമ്മുടെ ജോമെട്രി ബോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഇത്ര തന്നെ ഉണ്ടാകും. നെക്സ്റ്റ് നമുക്ക് നോക്കണ്ടേ, നെക്സ്റ്റ് വന്നിട്ട് ഞങ്ങൾക്ക് 2 ആൾക്കായിട്ട് നോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ അനിയൻ്റെ ബാഗ് ബ്ലൂ ആണ്, എൻ്റെ ബാഗ് പിങ്ക് ആണ്. അപ്പോൾ എനിക്ക് പിങ്ക് തന്നെ കിട്ടിയ ആവുന്നത് എപ്പോഴത്തേനും ബ്ലൂ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയൻ്റെ, ഇത് എൻ്റെ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു. യൂണിഫോമിൽ എനിക്ക് വേണം, അങ്ങനെയാണ്. അപ്പോൾ 2 അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ജെൽ പെന്നോട്ട്. എനിക്ക് കമ്പ്യൂട്ടറിലോ മെമ്മോസിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഈ ജെൽ പെന്നോണ്ട് ഇങ്ക് പെന്നോണ്ട് എഴുതാനുണ്ട്. അപ്പോൾ ഞാൻ ജെൽ പെന്നാണ് മേടിച്ചിട്ടുള്ളത്. ഓൾറെഡി എൻ്റെ തിങ്ക് പെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജെല്ലാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു 2 ഹൈലൈറ്ററാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഒരു ഗ്രീൻ യെല്ലോ കളർ, പിന്നെ ഒന്ന് ഓറഞ്ച്, അങ്ങനെ 2 കളറാണ് മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് വാട്ടർ കളർ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് അതൊക്കെ തീരാറായിട്ട് വൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റും അങ്ങനെയൊക്കെ കെയറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാധനം മേടിച്ചിട്ടുള്ളത്. ഇതിന് എത്ര റുപ്പീസ്? 60 റുപ്പീസ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു പാലറ്റ് ഞാൻ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി മൊത്തം ക്ഷീണിച്ച് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും അൺബോക്സ് ചെയ്യാൻ ഒന്നിനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ 12 വാട്ടർ കളർ കേക്സിലുള്ളൊരു സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു പെയിൻറ്റിങ് ബ്രഷ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 12 കളേഴ്സ്, മീൻസ് 12 കളർ. നമുക്കിത് ഐഷാഡൊക്കെ ഇട്ടിട്ടോ. ഞാൻ വെറുതെ പറഞ്ഞിട്ടോ ഐഷാഡായിട്ടൊന്നും ഇടരുതേ, കണ്ണിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ 12 കളേഴ്സ്
കളേഴ്സ് ഉള്ളൊരു പാലറ്റ്, മീൻസ് വാട്ടർ കളറിൻ്റെ പാലറ്റ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ഗ്ലൂ ആണ് കേട്ടോ. ഗ്ലൂ പിന്നെ എന്നും വേണ്ട ഒരു ഇടക്കിടക്ക് മേടിക്കാൻ വേണ്ടി, കാരണം ഞാൻ ഇടയ്ക്ക് ക്രാഫ്റ്റ് ചെയ്യും. ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല, മൂഡ് എടുക്കാറില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഗ്ലൂ മേടിച്ചു. നമ്മൾ ഫേവിക്കോൾ തന്നെ കേട്ടോ അത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ചെറുവട്ടാണ്, അത് പിന്നെ പ്രാവശ്യമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതാട്ടോ, എനിക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടമാണ്. ഇതുപോലത്തെ ഒരു പേപ്പർ സോപ്പാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഡയറി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ ഒരു സ്മോൾ ആയിട്ടുള്ള ചെറിയൊരു ഡയറി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പെന്നും പെൻസിലും ബ്രഷസ് പോലത്തായിട്ട് പെയിൻറ്റിങ് ബ്രഷൊക്കെ ഉണ്ടാവും. ഞാൻ ഇങ്ങനത്തെ കുറച്ച് പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 ടൈപ്പ് പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് പെൻസിൽസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഇത് എൻ്റെയാണ്, ഇത് 2 എൻ്റെ, 3 എൻ്റെയാണ്. എനിക്ക് കുറച്ച് ക്യൂട്ടൊക്കെ വേണം, അതുകൊണ്ടാട്ടോ അങ്ങനത്തെ കുറച്ച് പെൻസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കുണ്ടല്ലോ ഈ മോഡലായിട്ടുള്ള പെണ്ണൊന്നും അങ്ങനെ ഇഷ്ടമില്ല. കാരണം എനിക്കിത് ഈ ഒരു പിൻ പോയിൻറ്റിൻ്റെ പിന്നെ ഇങ്ങനത്തെ പെണ്ണ് ഇഷ്ടം. എനിക്ക് പിൻ പോയിൻ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നു. ആൻഡ് ഇത് 3 ടൈപ്പാണ്. ആൻഡ് 3 ബ്ലാക്ക് 3 ബ്ലൂ. ഇപ്പോൾ പെന്നും അത്ര തന്നെ വാങ്ങിയിട്ടുള്ളത്. കളി കഴിഞ്ഞു അത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇനി നമ്മുടെ ബാഗ് പാക്കിംഗ്